അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ആയത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ മക്ക വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണ്. യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാത്ത, നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന ഒരു രാജ്യമാണിത്. അതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും ആൾക്കാരെ കൊള്ളക്കാർ റാഞ്ചി എടുത്തുകൊണ്ട് പോവാം. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലം. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ആ രാജ്യക്കാർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്ന് തന്നെ അവരെ ഉപദേശിക്കാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അയച്ചു കൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. ധിക്കാരം മുഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടു നിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിൻ്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിലെ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര ജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞു. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കു ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങൾ അത്രയും മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ച് കഴിഞ്ഞതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.